നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മൾ വായിൽ വെച്ചാൽ അലിഞ്ഞു എന്ന് പറയില്ല, അത്രയും സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യത്തെ ലെയറിലേക്ക് നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അത്യാവശ്യം ഒന്ന് കട്ടിയിൽ ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്തുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. സൈഡ് പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് അടുക്കി എടുത്തിട്ടുണ്ട്. അടുത്തൊന്ന് നനച്ചെടുക്കാനായിട്ട് തിളപ്പിച്ചാറിയ പാലിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് കുറച്ച് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലപോലെ ആ ഒരു ബ്രെഡൊന്ന് നനച്ചിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ലെയറിലേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് ഫ്രൂട്ടിൻ്റെ ക്രഷാണ് കേട്ടോ. ഞാനിവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ക്രഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് അധികമായിട്ട് തന്നെ ഈ ഒരു ക്രഷ് ഒന്ന് കൊടുത്തൊന്ന് അതായത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിൽക്കിൻ്റെ ഒരു ലെയറാണ് കേട്ടോ കൊടുക്കുന്നത്. 1.5 കപ്പ് പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ഒത്തിരി അങ്ങ് തിക്കായി പോകണ്ട കേട്ടോ കോൺഫ്ലോർ, അതുകൊണ്ടാണ് ഈ ഒരു അളവിലേക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് തിളച്ച് കിട്ടുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ഇനി ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് ഒന്നുകൂടി തിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ബ്രെഡിൻ്റെ ടോപ്പിലേക്കും ഒഴിച്ചു കൊടുക്കാവേ. ഒരു ലെയറായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ട് സെർവ് ചെയ്താൽ മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്